ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു, നബിതങ്ങളോ സ്വഹാബികളോ മൗലിദ് ആഘോഷങ്ങൾ ചെയ്തില്ലായിരുന്നു എന്ന് വെച്ചാൽ പോലും അത് ബിദ്അത്ത് സയ്യിഅത്തായി മാറൂലാന്ന് പറഞ്ഞെടുത്ത് അവർ ചെയ്തില്ല എന്നത് ശരി തന്നെയാണ്. അവിടെ മുറിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ സിംസാറുൽ ഹഖ് ഉദവിക്ക് വലിയ പരാതി. അദ്ദേഹത്തിൻ്റെ നബിദിനമാഘോഷവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു, പ്രവാചകന്റെയും സഹാബാക്കളുടെയും ഉത്തമ തലമുറക്കാരുടെയും കാലഘട്ടത്തിലല്ല നബിദിനമാഘോഷം തുടങ്ങിയത് എന്നത് ശരി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംസാരമാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ വക കുറേ ന്യായീകരണങ്ങൾ പറയുന്നതാണ്. എന്നാൽ ഈ കാലമത്രയും സമസ്തയുടെ മുസ്ലിയാക്കന്മാർ എന്താണ് പറഞ്ഞു വെച്ചത്? നബിദിനമാഘോഷം ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നും 2 പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്നും അതുപോലെ സുന്നത്താണ് എന്നും സൂറത്ത് യൂനുസിൽ 58-ാമത്തെ ആയത്തടക്കം നിരവധി ആയത്തുകൾ അതിന് തെളിവുണ്ട് എന്നും ഒരുപാട് ഹദീസുകൾ അതിന് തെളിവുണ്ട് എന്നും അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരൊക്കെ അതിന് അംഗീകാരം കൊടുത്തിട്ടുണ്ട് എന്നും തുടങ്ങി പലതും അവർ പറഞ്ഞു വെച്ചു. എന്നാൽ സമസ്തക്കാരുടെ അത്തരം വാദങ്ങൾക്ക് തീർത്തും ഘടകവിരുദ്ധമായി സിംസാറുൽ ഹഖ് ഉദവി ഇങ്ങനെ ഒരു സംസാരം നടത്തിയപ്പോൾ ഈ ഉള്ളവനടക്കം നിരവധി ആളുകൾ ആ വീഡിയോ കാണിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. ഇപ്പോൾ സിംസാറുൽ ഹഖ് ഉദവി നമ്മളെന്തോ ക്ലിപ്പ് മുറിച്ച് തെറ്റിദ്ധരിപ്പിച്ചു എന്ന രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. നമുക്ക് സിംസാറുൽ ഹഖ് ഉദവിയുടെ ആ സംസാരം ഒന്ന് കേൾക്കാം. ഓൺലൈനിൽ ഇരുന്നിട്ടേ ക്ലിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, നാളെ ചെലവാക്കാൻ. എന്തിന്? ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ലേബിളിൽ പൈസ ഉണ്ടാക്കുക, യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പച്ചനോണ പറയാം. യൂട്യൂബിൽ നിന്ന് വരുമാനമുണ്ടാക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ ആരാണ് എന്ന് എല്ലാവർക്കും അറിയാം. ആത്മീയ മജ്ലിസ് എന്ന പേരിൽ ഓൺലൈനിലും ഓഫ്ലൈനിലും കുറേ മജ്ലിസുകൾ ഉണ്ടാക്കി അതിന് പോരിശ പറയുവാൻ വേണ്ടി പരസ്പരം മത്സരിച്ച് അതിൻ്റെ ഏജന്റുമാരായ ആളുകൾ കമാൻഡ് ഇടുന്നതും അങ്ങനെ പല മഹത്വവും അതിൻ്റെ പേരിൽ പറഞ്ഞു വെക്കുന്നതും പോരിശയാക്കപ്പെട്ട മജ്ലിസും ഹിജാബത്തുള്ള തങ്ങന്മാരും 10,000 പങ്കെടുക്കുന്ന മജ്ലിസുകൾ എന്നൊക്കെ പരസ്യപ്പെടുത്തിക്കൊണ്ട് ഗൂഗിൾ പേ, ഫോൺ പേ, ആമസോൺ പേ തുടങ്ങിയ പേ നമ്പറുകൾ കാണിച്ചുകൊണ്ട് ഉദാരമായി സംഭാവന ചെയ്യണമെന്ന് പറയുന്ന പുരോഹിതന്മാരോട് പറയേണ്ടത് ഞങ്ങളോട് എന്തിനാണ് പറയുന്നത്? അവരാണ് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞങ്ങളുടെ ഉദ്ദേശം വരുമാനം മാത്രമാണ് എങ്കിൽ ഞങ്ങൾ ഈ സിംസാറുൽ ഹഖ് ഉദവിയുടെ പിന്നാലെ കൂടേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിനേക്കാളും കൂടുതൽ വ്യൂവേഴ്സിനെ കിട്ടുവാൻ മറ്റ് പല ടക്ക് വീഡിയോകളും മറ്റും ഇടുന്നതായിരുന്നു നല്ലത്. അതുകൊണ്ട് സിംസാർ ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ എഴുന്നള്ളിക്കാതിരിക്കുക. ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു, നബിതങ്ങളോ സ്വഹാബികളോ മൗലിദ് ആഘോഷങ്ങൾ ചെയ്തില്ലായിരുന്നു എന്ന് വെച്ചാൽ പോലും അത് ബിദ്അത്ത് സയ്യിഅത്തായി മാറൂലാന്ന് പറഞ്ഞെടുത്ത് അവർ ചെയ്തില്ല എന്നത് ശരി തന്നെയാണ്. അതെ, അവിടെ മുറിച്ചു. അതിനൊരു കാരണമുണ്ട്. നീ പറഞ്ഞത് എന്താണ്? നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. റസൂലുള്ളാഹിന്റെ സഹാബാക്കളോ നബിതങ്ങളോ താബിഈങ്ങളോ നബിദിനം ആഘോഷിച്ചിട്ടില്ല എന്നത് ശരി തന്നെയാണ് എന്നാണ് നീ പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതായിരുന്നു നമ്മൾ ഹൈലൈറ്റ് ചെയ്തത്. അതിനൊരു കാരണം നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞു വെച്ചത് എന്താണ്? നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞു വെച്ചത് നാട്ടികവി മൂസ മുസ്ലിയാർ, നിന്റെ ഉസ്താദ് തന്നെ പറയട്ടെ, അപ്പോൾ നിനക്ക് മനസ്സിലാകും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലത്തിനടക്ക് ചെയ്തിട്ടില്ല, സഹാബത്ത് ചെയ്തിട്ടില്ല, പൂർവീകരൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയണമെങ്കിൽ വലിയ വിവരം വേണം. അവരാരും ചെയ്തതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ അറിവിൽപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ ഉള്ള വിവരം മതി. രണ്ടും രണ്ട് വിവരമാണ്. അങ്ങനെ ഒന്ന് തീരെ ഉണ്ടായിട്ടില്ല എന്ന് പറയണമെങ്കിൽ വളരെ വലിയ വിവരം വേണം. എന്റെ അറിവിൽപ്പെട്ടിട്ടില്ല, എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ ഓരോരുത്തർക്കും അവരവരുടെ അറിവ് മതി. ഒരാളുടെ അറിവിൽപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ 23 കൊല്ലക്കാലത്ത് പ്രവാചക ജീവിതത്തിനിടയിൽ, പിന്നെ സഹാബത്ത് തന്നെ 1,00,000-ലധികം സഹാബത്തുണ്ട്. അവരിൽ ഓരോരുത്തരുടെയും ജീവിതത്തിനിടയിൽ അങ്ങനെ ഒന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറയണമെങ്കിൽ ഈ ബൃഹത്തായ ചരിത്രവും ഹദീസും ലക്ഷക്കണക്കായ ദശലക്ഷക്കണക്കായ ഹദീസും ആയിരക്കണക്കായ ചരിത്ര ഗ്രന്ഥങ്ങളും വായിച്ച് ഒരടിക്ക് കമ്പ്യൂട്ടറിൽ ഹാജരാക്കുന്നത് പോലെ മനസ്സിൽ ഹാജരാക്കാനുള്ള ഊർമ്മി, അറിവും വിവരമൊക്കെ വേണം. അത്ര വലിയ വിവരമുള്ള ഒരാള് ഇന്നോട് ചോദിക്കാൻ മാത്രം ചെറുതാവുമെന്ന് ഞാൻ വിചാരിക്കണില്ല. അങ്ങനെ ഉണ്ടല്ലോ ഒന്നും. അത്ര വലിയ വിവരമുള്ള ഒരാള് എന്നോട് ചോദിക്കാൻ മാത്രം ചെറുതാവുമെന്ന് ഞാൻ വിചാരിക്കണില്ല. നമുക്ക് അത്ര വലിയ വിവരമൊന്നുമില്ല.
അപ്പൊ അതുകൊണ്ട് ഇല്ല എന്ന് പറയുന്നത് ഒരു മര്യാദക്കടാണ്. എന്റെ അറിവിലും ശ്രദ്ധയിലും പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ അറിവിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതാണ് മര്യാദ. ഇനി നമുക്ക് വിഷയം പറയാം. അത് ചോദിക്കണ രീതി ഇനി മേലൊരു മുഖാമുഖം ഉണ്ടാകുമ്പോൾ അങ്ങനെ ചോദിക്കാനാണ് നല്ലത്. സൗകര്യം പോലെ ചെയ്തോട്ടുണ്ട്, അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. നമ്മളങ്ങനെ നിഷ്കർഷിക്കണമൊന്നുമില്ല. അങ്ങനെ നല്ലത് മര്യാദ അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരിക്കലല്ല, തങ്ങൾ എല്ലാ ആഴ്ചയും നബിദിനം കൊണ്ടാടി. നമ്മളിപ്പോ കൊല്ലത്തിലുള്ളത്, മറ്റേത് ആഴ്ചയിലാണ്. നമുക്കും അത് സുന്നത്താണ്. സഹാബത്തിന്റെ താബികളുടെ പൂർവികരുടെ കാലത്തില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. അവർ ജന്മദിനം ആഘോഷിച്ചിരുന്നു എന്ന് മാത്രമല്ല, മൗലൂദിന്റെ സദസ്സുകൾ സംഘടിപ്പിച്ചിരുന്നു. താബികളിൽ പ്രമുഖനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്നത് 300-ലധികം സഹാബിവര്യന്മാരോട് സഹബത്തിട്ടുണ്ട്. അവരിൽ തന്നെ 60 പേർ ബദറിൽ പങ്കെടുത്തവരായിരുന്നു. അവരോടൊപ്പം ജീവിച്ച അദ്ദേഹം സഹാബത്തിനോടൊപ്പം എന്ന് പറഞ്ഞത് സഹാബത്തിന്റെ കാലശേഷം പറഞ്ഞതല്ല. കാരണം അദ്ദേഹത്തിന്റെ പ്രസ്താവത്തിന്റെ കാലം എന്താണ് ഇവിടെ നാട്ടുകവി മൂസ മുസ്ലിയാർ പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ നബിദിനം ആഘോഷം ആഴ്ചയും തോറും റസൂലുള്ളാഹി തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആ വീഡിയോയുടെ ഏതാനും ഭാഗങ്ങൾ മാത്രം കാണിക്കാൻ വേണ്ടി കാരണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങളുടെ നേതാക്കന്മാരായ, നിങ്ങളുടെ കാക്കകാരണവന്മാരായ, നിങ്ങളുടെ ഉസ്താദുമാരായ, നിങ്ങളുടെ ആലിമുൽ അല്ലാമമാരായ, നിങ്ങളുടെ ഷെയ്ഖുമാരായ, നിങ്ങളുടെ കമറുമാരായ, നിങ്ങളുടെ ഷംസുമാരായ, നിങ്ങളുടെ താജുമാരായ, നിങ്ങളുടെ വലിയ ഓജരാജാക്കന്മാരായ, നിങ്ങൾ ഔലിയാക്കളാണെന്ന് പറയുന്ന, നിങ്ങൾ കൈപിടിച്ച് മുത്തുന്ന നിങ്ങളുടെ നേതാക്കന്മാരായ ഉസ്താദുമാർ പറഞ്ഞു വെച്ചതാണ് ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നും 2 പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്നും ഖുർആനിലും ഹദീസിലും നിരവധി തെളിവുണ്ട് എന്നും റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിയതാണ് എന്നും സഹാബാക്കൾ അത് ആഘോഷിച്ചിട്ടുണ്ട് എന്നും സഹാബാക്കൾ അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്നും സഹാബാക്കൾ അതിന്റെ ഭാഗമായി സദസ്സുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നും സഹാബാക്കൾ അതിനുവേണ്ടി സമ്പത്ത് ചെലവാക്കിയിട്ടുണ്ട് എന്നും സഹാബാക്കൾ അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് തുടങ്ങി അനവധി കാര്യങ്ങൾ നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് തീർത്തും വിരുദ്ധമായ രീതിയിലാണ് താങ്കളുടെ ആ സംസാരം വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് മുറിച്ച് കാണിച്ചത്. നിങ്ങൾ മാത്രമല്ല അത് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ മാത്രമല്ല, സമസ്തയുടെ പുസ്തകങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിക്കാം. സുന്നി വോയിസിൽ നിന്നാണ് വായിക്കുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? അടിസ്ഥാനപരമായി മൗലീദ് ബിദ്അത്താണ്. ആദ്യ 3 നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായി മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്ന ആചാരമല്ല അത്. പറയുന്നത് ആരാണ്? ഹാഫിദ് ഇബ്നു ഹജർ അൽ ഹൈതമി. ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? നിങ്ങൾ നബിദിനം ആഘോഷം എന്തെങ്കിലും തെളിവുണ്ട് എന്ന് പറയുന്ന സുയൂത്തി ഇമാമാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അതുകൊണ്ട് അതും നമ്മൾ കാണിക്കുന്നുണ്ട്, നിങ്ങളുടെ ക്ലിപ്പും കാണിക്കുന്നുണ്ട്. അതല്ലാതെ മുറിച്ച് തെറ്റിദ്ധരിപ്പിച്ചതല്ല. നമ്മളവിടെ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് എന്താണോ അതിനുള്ള തെളിവാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്? പ്രവാചകനും സഹാബാക്കളും ഉത്തമ തലമുറക്കാരും ഇത് ആഘോഷിച്ചിട്ടില്ല. അത് ശരി തന്നെയാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. അത് തന്നെയാണ് നിങ്ങൾ നബിദിനം ആഘോഷം തെളിവ് കൊണ്ടിരുന്ന സുയൂത്തി ഇമാമും പറഞ്ഞിട്ടുണ്ട് എന്ന് സുന്നി വോയിസിൽ പറയുന്നത്. ആര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്? ഹാഫിദ് ഇബ്നു ഹജർ അൽ ഹൈതമി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. എന്താണ് അതിൽ പറയുന്നത്? ഒരാൾ മൗലീദാഘോഷത്തെ പറ്റി ഇബ്നു ഹജർ എന്നവരോട് ചോദിക്കുകയുണ്ടായി. ഇബ്നു ഹജർ മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ കാര്യം പറയുന്നത്. അടിയിൽ വരയിട്ടിട്ട് കാണുന്നുണ്ടല്ലോ, അടിസ്ഥാനപരമായി മൗലീദ് ബിദ്അത്താണ്. ആദ്യ 3 നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായി മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്ന ആചാരമല്ല അത് എന്ന്. അപ്പോൾ നമ്മൾ നിങ്ങളുടെ വീഡിയോ ക്ലിപ്പൊന്നും മുറിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. നമ്മൾ നിങ്ങളുടെയും നമ്മളുടെയും ഒക്കെ പ്രഭാഷണം കേൾക്കണമെന്ന് പറയുന്ന ആളുകളാണ്. മുറിച്ച് ക്ലിപ്പ് ഉണ്ടാക്കി തെറ്റിദ്ധരിപ്പിച്ച ആളുകളെ മുജാഹിദിലേക്ക് കൂട്ടേണ്ടയോ വലിയ നബിദിനം ആഘോഷത്തെ മാറ്റി നിർത്തേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല. നേർക്ക് നേരെ കാര്യങ്ങൾ പറയുന്ന സ്വഭാവമാണ് ഞങ്ങൾക്കുള്ളത്. മനസ്സിലായല്ലോ? ഇനി ബാക്കി പറ. എന്റെ സെന്റൻസ് പൂർത്തിയായിട്ടില്ല. അവരിങ്ങനെ നമ്മൾ ചെയ്യുന്ന പോലെ ആഘോഷിച്ചില്ല എന്ന് ശരി എന്ന് വിചാരിച്ച് പിൽക്കാലത്തുണ്ടായ ഒരു നല്ല കാര്യം അത് തെറ്റാണ് എന്ന് പറയാൻ പാടില്ല എന്നാ പറഞ്ഞു കൊണ്ടുവരുന്നത്. അത് നിങ്ങളുടെ വക പറയുന്ന കാര്യമല്ലേ? അതിന് കാണിച്ചാൽ പോലും നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ ഭാഗം ഇല്ലാണ്ടാകില്ലല്ലോ. നിങ്ങൾ നേരത്തെ എന്താണോ പറഞ്ഞത് ആ പറഞ്ഞ ഭാഗം അതിൽ തന്നെ ഉണ്ടല്ലോ, ആ ക്ലിപ്പിൽ തന്നെ ഉണ്ടല്ലോ. നമ്മളവിടെ പറഞ്ഞു വരുന്നത് എന്താണ്? പ്രവാചകനോ സഹാബാക്കളോ ഉത്തമ തലമുറക്കാരോ നബിദിനം ആഘോഷിച്ചിട്ടില്ല. ഇവിടെ മുസ്ലിയാക്കന്മാരെന്താ പറയുന്നത്? നമ്മൾ നേരത്തെ കണ്ടല്ലോ. മുസ്ലിയാക്കന്മാർ പറയുന്നത്, നിങ്ങളുടെ നേതാവായ നാട്ടികവി മൂസ മുസ്ലിയാർ പറയുന്നത് പ്രവാചകൻ തന്നെ തുടക്കം കുറിച്ചു. തീർന്നില്ല. ഇനി നിങ്ങൾക്ക് വേറൊരാളതും ഞാൻ കേൾപ്പിച്ചു തരാം. ആരത്? നമ്മളെ ചെറിയ എപി ഉണ്ടല്ലോ, എപി സമസ്തയുടെ ചെറിയ എപി മരിച്ചുപോയ ആളാണ്. അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. മൗലിദ് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ തന്നെ ഈ ഹസ്സൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു നിരവധി സ്വഹാബിമാരെ സംഘടിപ്പിച്ചുകൊണ്ട് മദിയത്തെ പള്ളിയിൽ നിന്ന് ചൊല്ലാറുണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ കാലത്ത്, മരണത്തിന്റെ ശേഷമുള്ള ആണ്ടല്ല, ജന്മദിനത്തിൽ.
റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ സഹാബിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഹസ്സാൻ ബിൻ സാബിത്ത് ചെല്ലാറുണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷവും അബൂ ഹുറൈറ തുടങ്ങിയ മഹാന്മാരായ സഹാബിമാരെ പങ്കെടുപ്പിച്ച് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു നേരത്തെ നാട്ടിക മൂസ മുസ്ലിയാർ പറഞ്ഞ പോലെ തന്നെയാണ് സഹാബാക്കൾ തുടക്കം കുറിച്ചു എന്നാ പറയുന്നത്. അത് സത്യമാണെന്ന് സിംസാറിലെ കുതവിക്ക് വാദമുണ്ടോ? ഉണ്ടോ സംസാറെ? വേറൊരു മുസ്ലിയാർ പറയുന്നുണ്ട് പ്രവാചകൻ തന്നെയാണ് തുടക്കം കുറിച്ചത്. അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. ആദ്യമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. അവിടുത്തെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഒരാടിനെ മുത്തുനബി തങ്ങൾ. സിംസാറെ, ഇതും സത്യമാണോ? പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ഈ പറയുന്ന രീതിയിൽ പ്രവാചകൻ ആടിനെ അറുത്ത് വിതരണം ചെയ്ത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടോ? ഇവൻ പറഞ്ഞത് കളവല്ലേ? അപ്പോൾ പ്രവാചകനും സഹാബാക്കളും ഉത്തമ തലമുറക്കാരും നബിദിനം ആഘോഷിച്ചിട്ടില്ല എന്നത് ശരി തന്നെയാണ് എന്ന് പറയുന്ന നിങ്ങളുടെ വാദം അതാണ് ശരിയെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ നാട്ടികയും മൂസ മുസ്ലിയാരും ചെറിയ എപിയും അതുപോലെ തന്നെ ഈ പറയുന്ന മുസ്ലിയാരും അടക്കം നിരവധി ആളുകൾ, ഞാനിത് സാമ്പിളിന് 3 കാണിച്ചു എന്നേ ഉള്ളൂ, നിരവധി ആളുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ പറഞ്ഞതൊക്കെ കളവാണ് എന്ന് പറയേണ്ടി വരും. നിങ്ങളത് പറയാൻ ധൈര്യം കാണിക്കുമോ? നട്ടല് കാണിക്കുമോ? അത് കാണിക്ക്. എന്നിട്ട് മതി മുജാഹിദിനെ ചൊറിയാൻ വേണ്ടി. നിങ്ങൾ പറഞ്ഞു വെച്ച കാര്യം നമ്മൾ എടുത്തു കാണിച്ചു. അത് എന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ ആളുകൾ കൗമിനെ പറഞ്ഞു പറ്റിച്ചതാണ് നബിദിനം ആഘോഷം. പ്രവാചകൻ തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ട്, സഹാബാക്കൾ അത് ആഘോഷിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഉത്തമ തലമുറക്കാർ ആഘോഷിച്ചിട്ടുണ്ട്, നിരവധി പണ്ഡിതന്മാർ ഇത് ആഘോഷിച്ചു പോരുന്നതാണ്, മുൻഗാമികൾക്ക് ഇത് പരിചയമുള്ളതാണ്, പിൻഗാമികൾ തുടങ്ങി വെച്ചതല്ല. മാത്രവുമല്ല നാട്ടികവി മൂസ മുസ്ലിയാർ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്, നമുക്ക് അതും കൂടി ഒന്ന് കാണാം. അവരോടൊപ്പം ജീവിച്ച അദ്ദേഹം സഹാബത്തിനോടൊപ്പം എന്ന് പറഞ്ഞത് സഹാബത്തിന്റെ കാലശേഷം പറഞ്ഞതല്ല. കാരണം അദ്ദേഹത്തിന്റെ പ്രസ്താവത്തിന്റെ കാലവും അദ്ദേഹത്തിന്റെ ആ പരാമർശത്തിന്റെ താരീഖും പരിശോധിച്ചാൽ ബോധ്യമാകും. അവരോടൊപ്പം ജീവിക്കുന്ന ഹസൻ ബസ്രി പറഞ്ഞത്, എനിക്ക് ഉഹദ് പർവ്വതത്തോളം സ്വർണം ലഭിച്ചാലും പ്രവാചകരുടെ മൗലൂദിന് വേണ്ടി അത് ചെലവഴിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പൊ ആ കാലം മുതൽക്ക് ഏർപ്പാടുണ്ടായിട്ടല്ലേ. എന്നാൽ ചില ആളുകൾക്ക് തെറ്റിദ്ധാരണ ഇത് മുദഫർ രാജാവിന്റെ കാലത്തുണ്ടായതാണ്, നൂറ്റാണ്ടുകൾ പിന്നിട്ട ശേഷം ഉണ്ടായതാണ്. തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണക്ക് ഒരു കാരണമുണ്ട്. അങ്ങനെ ആരോ പാടിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. പാടിയവർക്കും പറഞ്ഞവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ശരിയല്ല. എന്തുകൊണ്ട്? മുദഫർ രാജാവിന്റെ കാലത്തുണ്ടായിരുന്ന തെറ്റിദ്ധാരണയ്ക്ക് കാരണം അദ്ദേഹം 1000കണക്കിൽ ആട് 10000കണക്കിൽ കോഴി അറുത്ത് മൗലൂദിന്റെ പേരിൽ രാജകീയ സദ്യ സംഘടിപ്പിക്കാൻ തുടങ്ങിയത് അദ്ദേഹമാണ്. അദ്ദേഹം മൗലൂദിന്റെ തുടക്കക്കാരനല്ല, കേവല സദ്യയുടെ തുടക്കക്കാരനല്ല, രാജകീയ സദ്യയുടെ തുടക്കക്കാരൻ മാത്രം. ഹസൻ ബസ്രി ആവട്ടെ ഉഹദ് മലയോളം സ്വർണം കിട്ടിയാലും മൗലൂദിന് വേണ്ടി ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പൊ മുദഫർ രാജാവിനെക്കാണ് വലിയ സദ്യ ഉണ്ടാക്കാൻ ഹസൻ ബസ്രിക്ക് മോഹം. ലഭിച്ചാൽ ചെലവഴിക്കുമായിരുന്നു, ലഭിച്ചില്ല ചെലവഴിച്ചില്ല. അങ്ങനെയുള്ള നമ്മൾ അലിഫിന്ന് പഠിച്ചത്. ലഭിച്ചാൽ ചെലവാക്കുമായിരുന്നു, ലഭിച്ചില്ല ചെലവഴിച്ചില്ല. അതുകൊണ്ട് നേരത്തെ ഇങ്ങനെ സമ്പ്രദായമില്ല എന്നത് ചരിത്രപരമായ വിവരദോഷമാണ്. സഹോദരങ്ങളെ, നാട്ടികവി മൂസ മുസ്ലിയാർ ഇപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞു വെച്ചത്? താഴ്വ പാടിയ പാട്ടിനെ അടക്കം വിമർശിക്കുമ്പോൾ അതിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്താണ്? അത് ശരിയല്ല എന്നാണല്ലോ പറഞ്ഞത്. താഴ്വ എന്താണ് പാടിയത്? താഴ്വ പാടിയത് നിങ്ങളൊന്ന് സ്ക്രീനിൽ ശ്രദ്ധിച്ചോ. എന്താണ് പാടിയത് നമുക്ക് നോക്കാം. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ, എന്നും സഹാവി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബി 1-ാം വാള്യമിൽ നോക്കേണ്ടതാ. ഇവിടെ താഴെ പാടി പറഞ്ഞ ആ പുസ്തകം അത് നാട്ടികവി മൂസ മുസ്ലിയാർ ഒന്നെങ്കിൽ കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, അതിനെക്കുറിച്ച് കൃത്യമായി ബോധവുമുണ്ട്, ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി കളവ് പറഞ്ഞു. ഇത് രണ്ടാലൊന്ന് ഉറപ്പാണ്. ഇവിടെ താഴെ എന്താണ് പറഞ്ഞു വെക്കുന്നത്? ഹലബി 1-ാം വാള്യമിൽ നോക്കിയാൽ സഹാവി പറഞ്ഞതായിട്ട് എന്താണ് കാണുക? ഹിജ്റ 300 ശേഷമാണ് നബിദിനം ആഘോഷം വന്നത് എന്ന് കാണും. ഈ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞ നാട്ടികവി മൂസ മുസ്ലിയാരെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അത് ഞങ്ങൾക്കറിയണം. ഞങ്ങളുടെ മെക്കിട്ട് കയറിയിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളുടെ നേതാക്കന്മാരിങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളുടെ ക്ലിപ്പ് എടുത്ത് ഞങ്ങൾ അങ്ങനെ കാണിക്കാൻ വേണ്ടി കാരണം. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് നമ്മളത് അവിടെ കാണിക്കാൻ വേണ്ടി കാരണം. പിന്നെ നിങ്ങളുടെ ഞൊണ്ടി ന്യായം അത് ദീനിൽ തെളിവല്ലോ, അത് നിങ്ങൾ തന്നെ പറഞ്ഞതാണല്ലോ. നിങ്ങൾ പറയുന്ന ന്യായം ഇവിടെ ദീനിൽ തെളിവല്ല, അതിനൊരു കാരണമുണ്ട്. ആര് ചെയ്താലും
അത് അവർ ചെയ്തല്ലോ ഇവർ ചെയ്തല്ലോ, അത് ദീനിൽ തെളിവല്ല. ദീനിൽ തെളിവ് പരിശുദ്ധ ഹബീബും പരിശുദ്ധ ഖുർആനും അഇമ്മത്തുൽ അർബഅ പഠിപ്പിച്ചു തന്ന ഫിഖഹിന്റെ ഉലമാഉമ അവർ പറഞ്ഞോ എങ്കിൽ നമ്മളത് സ്വീകരിക്കും. അവർ പറയാത്തിടത്തോളം കാലം ഇന്നാള് ചെയ്തില്ലേ, അവർ ചെയ്തില്ലേ, ഇവർ ചെയ്തില്ലേ, അത് ദീനിൽ തെളിവല്ല. അവരും പഠിച്ചോനായിക്കോട്ടെ. അപ്പോൾ ദീനിൽ അത് തെളിവല്ല എന്ന് കൃത്യമായി നിങ്ങൾ തന്നെ അടിവരയിട്ട് പറയുകയാണ് ഇവിടെ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ പറഞ്ഞു വെച്ചത് എന്താണ്? പ്രവാചകനോ സഹാബാക്കളോ തബുകളോ ആഘോഷിച്ചിട്ടില്ല എന്നത് ശരി തന്നെയാണ്. ഇത് നിങ്ങൾ ബാക്കി പറ. കൊടുക്കുമ്പോൾ അതുകൊണ്ട് ഈ ഉമ്മത്തിന്റെ അഖീദയെ വെച്ച് കളിക്കരുത്. നമ്മൾ എന്ത് കുരുത്തക്കേട് കളിച്ചാലും അള്ളാഹു ഒരുപക്ഷെ തൗബ സ്വീകരിക്കും. അഖീദയിൽ മാറ്റം വന്നാൽ സംഗതി ഇവിടെ അഖീദയിൽ മാറ്റം വന്നാൽ സംഗതി കൈവിട്ടു പോകുമെന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് പിന്നീട് ന്യായീകരണം പറയുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ പറ, നിങ്ങളെ നേതാക്കന്മാരുടെ അഖീദ പഴച്ചതാണ് എന്ന്. ഞങ്ങളിവിടെ ചെറിയ എ കാണിച്ചു, നാട്ടികവി മൂസ മുസ്ലിയാരെ കാണിച്ചു, വേറൊരു മുസ്ലിയാരെ കാണിച്ചു. നിങ്ങൾക്ക് വേറെയും വേണമെങ്കിൽ തെളിവ് ഞങ്ങൾ കാണിച്ചുതരാം. നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞു വെച്ചത് ഇവിടെ വിഷയം മനസ്സിലാകാൻ 2-3 തെളിവുകൾ കാണിച്ചു എന്ന് മാത്രം, നിരവധിയുണ്ട്. എന്നാൽ നിങ്ങളുടെ നേതാക്കന്മാരോട് പറഞ്ഞും എഴുതിയും ഒക്കെ വെച്ചത് എന്താണ്? ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയുന്നു, 2 പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്ന് പറയുന്നു, സുന്നത്താണ് എന്ന് പറയുന്നു, ഖുർആനിലും ഹദീസിലും നിരവധി തെളിവുകളുണ്ട് എന്ന് പറയുന്നു. നിങ്ങൾ പറഞ്ഞ ഉസൂൽ അനുസരിച്ച് ഇല്ലാത്തൊരു കാര്യം എങ്ങനെ സുന്നത്തായി? എങ്ങനെ ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതായി? എങ്ങനെ 2 പെരുന്നാളിനേക്കാൾ മഹത്വമുള്ളതായി? അവരും പഠിച്ചോനായിക്കോട്ടെ. ശരീഅത്തിന്റെ ഒരു നിയമമുണ്ട്. ശരീഅത്തിനൊത്ത് വരുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ, അല്ലാത്ത ചെയ്യാൻ പാടുള്ളതല്ല. ഇത് ഒരു മുസ്ലിം ലോകത്ത് എവിടെ പോയി ജീവിച്ചാലും അവന്റെ അഖീദ ഇതാണ്. ആ അഖീദയെ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് പിന്നെന്താ വ്യത്യാസം? ഇത് നിങ്ങൾ തന്നെയാണല്ലോ പറഞ്ഞത്. നിങ്ങൾ ഈ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് എങ്കിൽ നബിദിനം ആഘോഷം ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയും 2 പെരുന്നാളിനേക്കാൾ മഹത്വവും വലിയ പുണ്യമുള്ള കാര്യമാണ് എന്നും സുന്നത്താണ് എന്നും ഖുർആനിലും ഹദീസിലും നിരവധി തെളിവുകളുണ്ട് എന്നൊക്കെ വാദിച്ച നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞത് എങ്ങനെയാണ് ദീനാകുക? അവരും പടച്ചോനും തമ്മിൽ തീരുമാനിക്കട്ടെ എന്നാണ് നിങ്ങളുടെ മറുപടിയെങ്കിൽ നിങ്ങളത് നിങ്ങളെ കുഞ്ഞാളുകളോട് പറ. നിങ്ങളുടെ അണികളായ, നിങ്ങളുടെ പ്രഭാഷണം കേൾക്കാൻ വരുന്ന ശ്രോതാക്കളായ ആളുകളോട് നിങ്ങളത് പറ. നബിദിനം ആഘോഷം ഈ പറയുന്ന രീതിയിൽ സുന്നത്താണ് എന്ന് വാദിക്കാൻ പറ്റില്ല. ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. 2 പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഖുർആനിലും ഹദീസിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് ശരിയല്ല എന്ന് തുറന്നങ്ങ് പറ. അതിനുള്ള ധൈര്യം കാണിക്ക്. അതല്ലാതെ ഞങ്ങളെ വന്ന് ചൊറിയുന്നത് എന്തിനാണ്? പിന്നെ നിങ്ങളുടെ അഖീദ എവിടെയായി കഴിഞ്ഞാലും ഒന്ന് തന്നെയാണ് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. എങ്കിൽ നിങ്ങളുടെ നേതാക്കന്മാരുടെ അഖീദ പഴച്ചതാണ് എന്ന് പരസ്യമായി വിളിച്ചു പറ. ഹബീബ് ആരാണ്? പുണ്യനബി തങ്ങൾ ആരാണ്? ഇത് മനസ്സിലാക്കി നമ്മൾ. അതെ, ആരാണ് പുണ്യനബി? മാനവരാശിക്ക് ആകമാനം മാർഗദർശനം നൽകാൻ ലോകങ്ങളുടെ നാഥൻ നിയോഗിച്ച മഹാനായ പ്രവാചകനാണ് പുണ്യനബി. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന സർവ്വകാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നരകത്തെ തൊട്ട് തടയപ്പെടുന്ന സർവ്വകാര്യങ്ങളും നമ്മുടെ നേതാവ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രവാചകൻ സ്വന്തം ഇഷ്ടപ്രകാരം ദീൻ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ മുസ്ലിയാക്കന്മാരെ പോലെ പ്രവാചകൻ ദീൻ പറഞ്ഞത് വഹീന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ നിങ്ങൾ ഈ കാണിക്കുന്ന പ്രവാചകനുള്ള സ്നേഹപ്രകടനം അത് സഹാബാക്കൾക്ക് പരിചയമില്ല. അങ്ങനെ ഒരു സ്നേഹപ്രകടനത്തെക്കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടില്ല. അതൊക്കെ നിങ്ങൾ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞതിനെ ഗണ്ണിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ ക്ലിപ്പ് കൊണ്ടുവന്ന് ഞങ്ങൾ കാണിച്ചത്. മനസ്സിലായില്ല? അവരങ്ങനെയാണ് സമൂഹത്തെ പഠിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾ പറയുന്നതാണോ യാഥാർത്ഥ്യം? അതാണോ യഥാർത്ഥ ഹക്ക്? അതാണോ യഥാർത്ഥ അഖീദ? അതല്ല നാട്ടികവും മൂസ മുസ്ലിയാരും അതുപോലെ തന്നെ ചെറിയ എപിയും അതുപോലെ നിങ്ങളുടെ പല മുസ്ലിയാക്കന്മാരും നേതാക്കന്മാരുമായ ആളുകളൊക്കെ പറഞ്ഞതും എഴുതി വെച്ചതുമായ കാര്യങ്ങളാണോ യഥാർത്ഥ അഖീദ? നിങ്ങൾ തന്നെ പറയുന്നു അഖീദയിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്ന്. എങ്കിൽ നിങ്ങൾ നട്ടല് നിവർത്തി ആണത്തത്തോടെ ചങ്കൂറ്റത്തോടെ വിളിച്ചു പറ സമൂഹത്തോട്. നേതാക്കന്മാർ പണ്ട് പറഞ്ഞു വെച്ചതും എഴുതി വെച്ചതുമായ സർവ്വകാര്യങ്ങൾ നമ്മൾ പിൻവലിക്കണം. അത് നമ്മുടെ അഖീദയല്ല, നമ്മുടെ അഖീദ അങ്ങനെയല്ല എന്ന് പറ. കേവലം ഒരു ആഘോഷം, അതിനപ്പുറം ഇതിന് പ്രത്യേക പുണ്യമോ കാര്യമോ ഒന്നും തന്നെ ഇല്ല, അങ്ങനെ ആരും വാദിക്കുകയും വേണ്ട എന്നൊക്കെ നിങ്ങൾ പറ. എന്നിട്ട് പോരെ ഞങ്ങളൊക്കെ മെക്കിട്ട് കയറാൻ? എന്നാൽ ഹുദവി, നിങ്ങൾ ഈ പറയുന്ന രൂപത്തിൽ ക്ലിപ്പ് മുറിച്ചുകൊണ്ട് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല സിംസാറുൽ ഹഖ് ഹുദവിക്ക് നബിദിനം ആഘോഷം തെറ്റാണെന്ന വാദമാണ് എന്ന്. നബിദിനം ആഘോഷിക്കാൻ പാടില്ല എന്ന വാദക്കാരനാണ് സിംസാറുൽ ഹഖ് ഹുദവി എന്ന് ഞങ്ങളാരോടും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞത് പ്രവാചകനും സഹാബാക്കളും ചെയ്തില്ല, ഉത്തമ തലമുറക്കാർക്ക് പരിചയമില്ല എന്നൊക്കെ സിംസാറുൽ ഹഖ് ഹുദവി തന്നെ ഇതാ സമ്മതിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് അതൊക്കെ കാണിച്ചത്. ഇനി താങ്കൾ പറഞ്ഞു പെട്ടതാണ് എങ്കിൽ അതിനെ മെഴുകുന്നതിന് പകരം തിരുത്തിയാൽ മാത്രം പോരെ. ഇങ്ങനെ മെഴുകി ഒളിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ പല വിഷയങ്ങളിലും ഇതേപോലെ പെട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. സാമ്പിൾ ഞാനൊന്ന് കാണിച്ചു തരാം. തങ്ങൾ പകൽ സമയം സൈനബ് ബീവിയുടെ വീട്ടിലേക്ക് വരുമ്പോ ബീവി പറഞ്ഞു, ഇതൊരു പുരുഷന്റെ നിഴലാണല്ലോ ഞാൻ കാണുന്നത്. നടന്നു വരുമ്പോ ഒരു പുരുഷന്റെ നിഴലാണ്.
എന്നാൽ വമാ യദ്ഖുലു അലൈഹി റസൂലുള്ളാഹി തങ്ങൾ വരാനിടയില്ലല്ലോ, പിന്നെ ആരാണ് ഈ വരുന്നത്? അങ്ങനെ ഫലമ്മാ നളറതു ഇലൈഹി അറഫതുഹു അന്നഹു റസൂലുള്ളാഹ്, നോക്കുമ്പോൾ അത് റസൂലുള്ളാഹി തങ്ങളാണെന്ന്. പ്രവാചകന്റെ നിഴലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ നേതാക്കന്മാരുടെ വിശ്വാസം എന്താണ്? എവിടുന്നാ നീ കിതാബ് ഓതി പഠിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഏത് സുന്നി പറയാനാ വന്നത്? ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് കണ്ടില്ലേ? ലാ യൽഹറു ലഹു ളില്ലുൻ, റസൂലുള്ളാഹിക്ക് ളില്ലുണ്ടാവാറില്ല അസ്ലൻ. എന്താ അസ്ലന്റെ അർത്ഥം? പഠിച്ചിട്ടില്ലെങ്കിൽ വന്നോ, ഞങ്ങൾ പഠിപ്പിച്ചു തരാ. അസ്ലൻ എന്ന് പറഞ്ഞാൽ തീരെ തന്നെ ഒരു കാലത്തും ഒരു സമയത്തും സൂര്യപ്രകാശത്തിലും ചന്ദ്രന്റെ പ്രകാശത്തിലും വലാ സിറാജുൻ, വിളക്കിന്റെ പ്രകാശത്തിലും ഉണ്ടാവാറില്ല എന്നാണ് സുന്നത്ത് ജമാഅത്ത് പഠിച്ചിട്ടുള്ളത്, സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാവും പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് നീ എവിടെ കൊണ്ടുപോയി വെക്കും? ഏതടുപ്പിലാ ഇത് കൊണ്ടുപോയി വെക്ക? നീ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളെ തള്ളിയിട്ടുള്ള സുന്നി ഏതാ? നിന്റെ സുന്നി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ വലിയ പ്രഭാഷകനായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും വിവാദത്തിലായത് ഇതേ വിഷയത്തിൽ തന്നെയാണല്ലോ. അതുകൊണ്ടാണല്ലോ കുരുവട്ടൂർ മശായിഖന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട തെറിയൂർ സഖാഫി പേരോടിനെ ദജ്ജാലാണെന്ന് പരസ്യമായി വിളിച്ചത്, അയാളുടെ ഷർറിൽ നിന്ന് കാവൽ തേടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്. നിങ്ങളൊക്കെ ഒരൊറ്റ സുന്നത്തിന്റെയും ഒരൊറ്റ ആദർശത്തിന്റെയും ആളുകളാണ്, എന്നിട്ട് തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ പരസ്പരം പോരാഞ്ഞ് മറ്റേ ഗ്രൂപ്പിൽപ്പെട്ട അവരും പരസ്പരം, എന്നിട്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറയും ഞങ്ങളൊക്കെ ഒരൊറ്റ ആദർശത്തിന്റെ ആളുകളാണ് എന്ന്. ഇവിടെ അഖീദ വിഷയത്തിൽ കോംപ്രമൈസ് ചെയ്യണമെങ്കിൽ ആദ്യം കൃത്യമായ ഒരു അഖീദ പഠിപ്പിച്ചു കൊടുക്ക്. ഏതാണ് ശരി കൃത്യമായി എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കും. നിങ്ങളെയും വിളിച്ചതാണല്ലോ ഞങ്ങൾ പഠിപ്പിച്ചരാ എന്നൊക്കെ പറഞ്ഞിട്ട്, നിങ്ങൾ എന്ത് സുന്നി പറയാനാണ് വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് സിംസാറെ വെറുതെ കളവും പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി വരരുത്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.